ഇന്നത്തെ വ്ളോഗിൻ്റെ തുടക്കം എന്ന് പറയുന്നത് രാവിലെ തന്നെ ഞാൻ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ നമുക്കിനി ട്രീറ്റ്മെൻറ്റ് റൂമിൽ പോയിട്ട് ബാക്കി കാണാം. അപ്പോൾ ഇതാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എൻ്റെ തെറാപ്പി റൂം. ഇപ്പം എൻ്റെ ജോലി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാനൊരു ആയുർവേദിക് തെറാപ്പിസ്റ്റാണ്. രാവിലെ വന്നതും റൂമൊക്കെ ക്ലീൻ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി 2 വർക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി റൂം റെഡിയാക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ രാവിലെ ആണെങ്കിൽ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഞാൻ വർക്കൗട്ട് ഇന്ന് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയില്ല, കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങി. എന്ന് വെച്ച് ഞാൻ ഡേ 2 അങ്ങനെ മിസ്സാക്കത്തൊന്നുമില്ല. വൈകുന്നേരമെങ്കിലും ഞാൻ ചെയ്യും. റൂമിലെ ആണെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ തീർന്നായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ മടക്കി വെക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. നമ്മൾ തെറാപ്പി റൂം എപ്പോഴും റെഡിയാക്കി തന്നെ വെച്ചിരിക്കണം. കാരണം ഒരു ഗസ്റ്റ് വന്ന് എന്ത് ചോദിക്കുവാണെങ്കിലും നമ്മുടെ കയ്യിൽ സ്പോട്ടിൽ അത് എടുത്തു കൊടുക്കാൻ എല്ലാം റെഡിയായി തന്നെ ഇരിക്കണം. പിന്നെ ഇതാണ് തെറാപ്പി റൂമിൽ. ഇത് നിങ്ങളിൽ കുറേ പേർക്കൊക്കെ അറിയുമായിരിക്കും. ഇതിന് ദ്രോണി, പാത്തി എന്നൊക്കെ പറയും. നമ്മൾ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന എല്ലാം ഇതിലിരുത്തിയും കിടത്തിയൊക്കെയാണ്. മസാജ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും. പിന്നെ ഈ കാണുന്നത് ശിരോധാര ചെയ്യുന്ന സ്റ്റാൻഡും അതിൻ്റെ പാത്രവുമാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് വർക്കുണ്ട് ഗൈസ്. ബായ് ഗൈസ്. രാവിലെ വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ട് പിന്നെ വൈകുന്നേരം ടൈമും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ ചെറുതായിട്ട് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു. ചെറിയ രീതിയിലൊക്കെ ചെയ്തോളൂ, വലുതായിട്ടൊന്നും ചെയ്തൊന്നുമില്ല. കുറച്ച് പുഷപ്പും പിന്നെ കുറച്ച് വാമപ്പൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ ഹോക്കി ഉണ്ടായിരുന്നു. അപ്പം ആ ഹോക്കി ബാറ്റ് എടുത്ത് ചുമ്മാ തട്ടിക്കളിച്ചൊക്കെ ഇരുന്നു. നമ്മുടെ നാട്ടിലൊന്നും ഈ സംഭവമൊന്നും ഞാൻ കണ്ടിട്ടും കളിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഇപ്പം ഹോക്കി ഉള്ളതുകൊണ്ട് ചുമ്മാ അതങ്ങ് തട്ടി ഒരു കളി അങ്ങ് കളിച്ച് ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. ബൈ.